ഉണ്ടാക്കാൻ ഉണ്ട് എന്ന ആത്മവിശ്വാസം. മാത്രമല്ല കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-നുണ്ടായ ഒരു തമ്പിങ് മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് ഞങ്ങൾക്കുണ്ടായത്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ കോട്ടയായി അറിയപ്പെടുന്ന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും UDF-ന് പിടിച്ചുപിടിക്കാനും ആധിപത്യം നേടാനും സാധിച്ച ഒരു കരുത്തുണ്ട്. ഞങ്ങളുടെ വാർഡ് മെമ്പർമാരുടെ എണ്ണം 68-ൽ നിന്ന് 102-ആയി ഉയർന്നിട്ടുണ്ട്. UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടീം UDF എന്ന നിലയിൽ കൈമൈ മറന്ന് ഞങ്ങളൊരു പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുക അതേ ആത്മവിശ്വാസത്തോടെയും ആത്മബന്ധത്തോടെയുമാണ് കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ ഞങ്ങൾ വിജയമുറപ്പിച്ചത്. അതിൻ്റെ വർദ്ധിത വീര്യത്തോടെ മുഴുവൻ ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് UDF-ൻ്റെ നേതാക്കൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുങ്ങുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഒരു ഷോ വർക്കിലല്ല ഒട്ടും ഫോക്കസ് ചെയ്യുന്നത്. പകരം വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തന രീതിയും അതിനുള്ളൊരു സ്ട്രാറ്റജിയുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. കഴിഞ്ഞ 5 വർഷം ഞാൻ ബിൽഡ് ചെയ്തത് ആ വിശ്വാസമാണ്. നിങ്ങൾക്ക് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യാം, നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും കൈവിടില്ല, നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ച് പോവില്ല എന്നൊരു ട്രസ്റ്റാണ് പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ നിൽക്കുന്ന നേതാക്കന്മാരെല്ലാം ചേർന്ന് പടുത്തുയർത്തിയ ഒരു കാര്യമാണ്. അതിൻ്റെ ബലത്തിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഏറ്റവും മികച്ച വിജയം നേടുന്ന മണ്ഡലങ്ങളിലൊന്ന് പെരിന്തൽമണ്ണയായി ഞങ്ങൾ. കഴിഞ്ഞ തവണ ചെറിയൊരു ഭൂരിപക്ഷമായിരുന്നു, അത് നിയമപോരാട്ടത്തിലേക്ക് നീണ്ടു. അപ്പോൾ ഇത്തവണ അതല്ല അന്തരീക്ഷം പെരിന്തൽമണ്ണയിൽ. തീർച്ചയായിട്ടും ഒരിക്കലും അല്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞ പോലെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഞങ്ങൾ പ്രത്യേകിച്ചും ഇവിടുത്തെ ജൻസി പുതിയ തലമുറയിലെ കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അതെല്ലാം സഫലമാകുന്ന തരത്തിൽ അവരുടെ വലിയൊരു ഡ്രീം ബിഗ് എന്ന നിലയിൽ അവർക്ക് വലിയ സ്വപ്നവും ആസ്പിറേഷനും കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് സഹായിക്കാനായിട്ട് പോലും കൊണ്ടുവരാൻ കഴിയും. കാരണം സർക്കാരിൻ്റെ ഒരു സഹായമില്ലാതെ ഒരു IAS അക്കാഡമി ഇവിടെ കൊണ്ടുവരാനും അതൊരു വലിയ വിജയഗാഥയായി തീർക്കാനും ഞങ്ങൾക്ക് സാധിച്ചത് ഈ കൂട്ടായ്മയുടെ പിൻബലത്തിലാണ്. അതേപോലെ തന്നെ ഇവിടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ ഏറ്റവും വലിയ കാര്യം മൈഗ്രേഷൻ വലിയൊരു സാമൂഹ്യ പ്രശ്നമായി നമ്മുടെ നാട്ടിൽ വളരുമ്പോൾ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ആശയത്തെ ബലപ്പെടുത്തുന്ന തരത്തിൽ നമ്മളുടെ കുട്ടികളുടെ ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റിന് ബൂസ്റ്റ് ചെയ്യാവുന്ന ഒരു വലിയ പ്രോജക്റ്റ് സ്കീലപ്പ് കോൺക്ലേവ് എന്നവർക്ക് ഞങ്ങൾ കൊണ്ടുപോയി. കഴിഞ്ഞ 3 വർഷം അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, ഹരിതകർമ്മസേന വളണ്ടിയർമാർ, പരിരക്ഷ വളണ്ടിയർമാർ, ഓട്ടോ ഡ്രൈവർമാർ, അതുപോലെ തന്നെ തയ്യൽ തൊഴിലാളികൾ, അങ്ങനെ ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുഴുവൻ ഞങ്ങളൊരു ഹെൽത്ത് കാർഡിലൂടെ ഇൻഷുറൻസ് പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതിലേറെ സാമൂഹ്യ നീതിയുടെ ഏറ്റവും വലിയൊരു മോഡൽ സദ്ഗ്രാമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാമായിരിക്കും. നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നത് ഞാനായിരുന്നു. ഈ നിയമസഭയിൽ അങ്ങനെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കോളനി എന്ന പദം തന്നെ മാറ്റുന്ന സാധ്യത ഉണ്ടായത്. ആ കോളനി എന്ന് പറയുന്നത് നിയമസഭയിൽ മാറുമ്പോൾ അതിന് ഒരു വർഷം മുമ്പേ ഞങ്ങൾ ആ പേര് മാറ്റി സദ്ഗ്രാമങ്ങൾ എന്ന പേര് പുനർനാമകരണം ചെയ്ത് അവിടെ മുഴുവനും എഡ്യൂക്കേഷനും ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു പ്ലാൻ ഞങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ കേരളത്തിൽ പലയിടത്തും നടക്കാത്ത പലതും നടന്ന ഒരു നാടാണ് പെരിന്തൽമണ്ണ. ആ നടത്താൻ സാധിച്ച ഒരു ജനതയുടെ വിശ്വാസമാണ് എൻ്റെ ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് ആ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഹൃദയത്തിനൊപ്പം ജീവിച്ച ജനപ്രതിനിധിയാണ് ഞാൻ. എൻ്റെ നിയോജകമണ്ഡലത്തിലെ 30,000-ലേറെ ആളുകൾ 5 വർഷത്തിനിടയിൽ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനസംഖ്യയുടെ വോട്ടർമാരുടെ 4/1 ആളുകൾ എൻ്റെ ഓഫീസിൽ കയറിയിട്ടുണ്ട്. അവർക്ക് നമുക്ക് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള വിവേചനം നേരിട്ടപ്പോഴും അവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളുടെ കൂട്ടായ്മ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു വലിയ പ്രതിപക്ഷ കേരളത്തിലെ ഒരു നിയോജകമണ്ഡലത്തിലും നടക്കാത്ത തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടത്താൻ പറ്റിയൊരു മണ്ണാണ് പെരിന്തൽമണ്ണ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതൊരു സർഗാത്മക മണ്ണാണ്. ഇതിനകത്ത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഒരുപാട് പുരാതനമായ ക്ഷേത്രങ്ങളുടെ
ഒരു പ്രദേശമാണ്. അതുപോലെ കഥകളി ഉൾപ്പെടെയുള്ള പിന്നെ നിരവധിയായ ക്ഷേത്ര കലാരൂപങ്ങളിൽ വളരെ മികച്ച നമ്മുടെ പത്മശ്രീ വരെ നേടിയ വലിയ കലാകാരന്മാരുള്ള ഒരു നാടാണ്. ഇതിനെല്ലാം അതിൻ്റെ ഒരു എസ്തറ്റിക് സെൻസിൽ കൊണ്ടുപോകാനും കോർഡിനേറ്റ് ചെയ്യാനും എന്നല്ല നേതൃത്വത്തിന് കഴിഞ്ഞു. ഇതൊക്കെ നടക്കുമ്പോഴും വലിയ രാഷ്ട്രീയ പോര് നടക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഒന്ന് ടി സുധാകരനെതിരെ നടത്തിയ പരാമർശം, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നുണ്ട് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അദ്ദേഹം പെരുമാറിയ രീതി. അപ്പോൾ താങ്കൾക്കെതിരെ നിയമസഭയിലും ഒരു പരാമർശം നടത്തിയ ഒരു വിവാദമൊക്കെയായിരുന്നു. ഈ പരാമർശങ്ങളെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? അല്ല, ഇത് ഓരോരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ സംസ്കാരം പ്രകടിപ്പിക്കും. ഞങ്ങൾ ഞങ്ങളുടെ സംസ്കാരം പ്രകടിപ്പിക്കും. അപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ ഇടതുപക്ഷ മുന്നണിയും ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു തരത്തിലേക്ക് ഇത് 100% രാഷ്ട്രീയ പോരാട്ടമാണ്. പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ പോലെ പൊളിറ്റിക്കലായ ഒരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഉയർത്തുന്നത് സാധാരണക്കാരൻ്റെ രാഷ്ട്രീയമാണ്, ജനപക്ഷത്തുള്ള രാഷ്ട്രീയമാണ്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റികൾ എന്ന് പറയുന്നത് ഒരിക്കലും സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമായിട്ടില്ല. നിങ്ങൾ നോക്കൂ, ജി സുധാകരനെ പോലെയുള്ള ഒരു നേതാവിന്, ഇത്രകാലം പ്രകീർത്തിച്ച് നടന്ന നേതാവിന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു നിലപാട് രാഷ്ട്രീയമായി എടുക്കുന്നത് വരെയും അദ്ദേഹം ഏറ്റവും വിശുദ്ധനാണെന്ന് പറയുന്ന ഒരാൾ ഇത്തരത്തിലുള്ള അൺപാർലമെൻ്ററി ആയിട്ടുള്ളൊരു പദപ്രയോഗം. അപ്പോൾ എനിക്കെതിരെ മുഖ്യമന്ത്രി ഉപയോഗിച്ചതും അങ്ങനെ ഒരു പരാമർശമാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു എനിക്കെതിരെ അല്ല ഉദ്ദേശിച്ചത്, എനിക്കത് ഉദ്ദേശിച്ചത് കൊണ്ടല്ല ഞാനതിനെ പ്രതികരിച്ചത്. ഒരു അംഗത്തിനെതിരെയും ഉന്നയിക്കാൻ പാടില്ലെന്നതാണ് ഞാൻ ഉയർത്തിയിരുന്നത്. ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഈ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു കുറ്റമാണ്. ഈ നാട് അത്രയേറെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ്സിലേക്ക് പോകുന്ന ഒരു കാലത്തും നമ്മുടെ മുഖ്യമന്ത്രി എത്ര പിറകിലാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ CPM പ്രവർത്തകരുടെ ഒരു മനോഗതി എന്ന് പറയുന്നതും അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നതും 50 കൊല്ലം ഇപ്പോഴും പിറകിലാണ്. അവർ ഈ ലോകത്തിൻ്റെ മാറ്റമോ നാടിൻ്റെ മാറ്റമോ നാട് ആർജിക്കുന്ന പൊളിറ്റിക്കൽ സെൻസോ മനസ്സിലാക്കാതെ സംസാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ പൊളിറ്റിക്കൽ കൾച്ചറല്ല UDF മുന്നോട്ട് വയ്ക്കുന്നത്. UDF ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. 100-ലേറെ സീറ്റ് UDF നേടിക്കൊണ്ടായിരിക്കും ഇത്തവണ അധികാരത്തിൽ വരിക. അതിൽ പെരുന്തൽമണ്ണയുണ്ടാകും. ഇതിലും ഇങ്ങനെ സജീവമായ പ്രവർത്തനം നടക്കുമ്പോഴും നമ്മുടെ മുനീർ സാഹിബിൻ്റെ വീട് ജപ്തി ഭീഷണിയാണെന്നൊരു വാർത്ത വരുന്നുണ്ട്. ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ പൊതുപ്രവർത്തകർ ഞങ്ങളിപ്പോൾ കാറിൽ വരുമ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യം അതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പൊതുപ്രവർത്തകരായിട്ടുള്ള പല ആളുകളുടെയും സങ്കടങ്ങളോ ജീവിത പ്രശ്നങ്ങളോ ഒരിക്കലും ജനങ്ങൾ അറിയാറില്ല. നമ്മളൊക്കെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് അതെല്ലാം മൂടി വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൊതുപ്രവർത്തകർക്ക് പലപ്പോഴും ജനങ്ങൾ അവരെക്കുറിച്ചുള്ള ഒരു മുൻവിധികൾ ഒരുപാടാണ്. ആ മുൻവിധികളിൽപ്പെട്ട ഒന്നാണ് ഒരു MLA മന്ത്രിക്കായാൽ കോടികൾ സമ്പാദിക്കുമെന്ന് പറയുന്നത്. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ മകനാണ് മുനീർ സാഹിബ്. CH മരിക്കുമ്പോൾ ഇതുപോലെ കടമായിരുന്നു. അന്ന് മാതൃഭൂമി പത്രത്തിലോ മറ്റോ വന്ന വാർത്തയെക്കുറിച്ച് എപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും CHൻ്റെ മകനും ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയ നേതാവിന് പോലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ സുരക്ഷിതത്വത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തില്ല എന്നത് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹത്തിൻ്റെ ആ 100% അഴിമതിരഹിതമായ ജീവിതവുമാണ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ, കേരളത്തിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാളുടെ 50 ലക്ഷം കടമായിട്ട് വീട്ടാൻ കഴിയാത്ത ഒരാളുടെ ഒരു പാർട്ടിയിലാണ് ഞാനെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം. അത് തീർച്ചയായിട്ടും ഓരോ പൊതുപ്രവർത്തകൻ്റെയും മാതൃകയാണ്. ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഈ പൊതു മുതലെന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്നും അഴിമതി ജീവിതത്തിൻ്റെ ഭാഗമാകാതിരിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിച്ച നേതാക്കളിൽ പ്രമുഖനായ CHൻ്റെ മകൻ ഈ ഒരു പാതയിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയില്ലല്ലോ എന്നത് ഒരാശ്വാസമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ പാർട്ടിയും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നിമിഷ നേരം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമായിരിക്കും. അതിനൊന്നും ആശങ്കയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം മാതൃകകൾ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ വലിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന കാര്യം. ഏതായാലും മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ആശംസകളും നേരുകയാണ്. സജീവമായ പ്രചാരണത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ഇവിടെ പ്രവർത്തകരുണ്ട്. പല കടകളിലും കയറി ഇറങ്ങി